ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഒരു 6:15 അങ്ങനെ ഇത്ര നേരത്തൊന്നും ഞാൻ എഴുന്നേൽക്കാറില്ല. ഇന്ന് വിഷ്ണുവിനൊന്ന് പുറത്ത് പോകണമായിരുന്നു രാവിലെ തന്നെ, അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരത്തെ എഴുന്നേറ്റതാണ്. അല്ലെങ്കിൽ ഞാൻ 7 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ അതൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ നേരെ പല്ല് തേക്കാനായിട്ട് പോയി. ഉറക്കം തൂങ്ങി നിന്നാണ് പല്ല് തേക്കുന്നത്, കാരണം ഇത്രയും നേരത്തെ അങ്ങനെ എഴുന്നേക്കാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുടിയൊക്കെ ചെയ്യുകയെന്ന് വിചാരിച്ചു. നല്ല ജടയായിരുന്നു, അപ്പോൾ ബാൽക്കണിയിൽ നിന്നാണ് ചെയ്യുന്നത്. നല്ലതുപോലെ മുടി കൊഴിയുന്നുണ്ട്. ചിലപ്പോൾ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും, അല്ലേ അറിയില്ല. പിന്നെ കുറച്ച് നേരം ആ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ച് താഴേക്ക് പോവാണ്. അങ്ങനെ ചെന്നിട്ട് ഞാൻ എപ്പോഴും ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ജനൽ തുറന്നിടും. ആ ഒരു ജനൽ തുറന്നിട്ടിട്ട് ആ ഒരു വെട്ട ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഭംഗിയാണ്. അപ്പം ഞാൻ എപ്പോഴും താഴോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ജനൽ തുറന്നിട്ടിട്ടാണ് പോണത്. ഒരു ശീലമായി മാറിയപ്പോൾ. അങ്ങനെ താഴെ ചെന്ന് അടുക്കള വിഷ്ണുവിനെ രാവിലെ പറഞ്ഞു വിടുന്നതിന് തിരക്കിലായതുകൊണ്ടൊന്നും ഒതുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്കിനി ഒതുക്കിയിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കിടക്കുമ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒതുക്കുകയാണ്. ഇതിൽ കാണുമ്പം നല്ല സ്പീഡിനെല്ലാം ഒതുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തൂങ്ങി നിന്നാണ് ഒതുക്കുന്നത്. കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ള് ഒതുക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പാചകം ചെയ്യുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ വരും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫുള്ള് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കുഴിയിൽ കൊണ്ടിട്ടിട്ട് കഴുകുകയാണ്. കുറേ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വേഗം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഏതാണ്ട് ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ കാണുമ്പോൾ എന്ത് സ്പീഡിലല്ലേ കഴിയുന്നത്, പക്ഷെ ശരിക്കും ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് അവിടേക്ക് ഒന്ന് സോപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം വേഗം പണി തീർത്തിട്ട് വേണം. ഇന്ന് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു വീട്ടിൽ എൻഗേജ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. നല്ലതുപോലെ ഒന്നും ആയില്ലെങ്കിലും ഏകദേശം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പവും തക്കാളിക്കറിയും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അത് രണ്ടും നല്ല കോമ്പിനേഷനാണല്ലോ. ആക്ച്വലി ഇപ്പോൾ വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാനുള്ളൊരു മൈൻഡും ഇല്ല. കാരണം ഇവിടെ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. വിഷ്ണുയുടെ രാവിലെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് തക്കാളിക്കറി ഉണ്ടാക്കാം എന്നുള്ള മൈൻഡിലാണ് കേട്ടോ. തക്കാളിക്കറിക്ക് പിന്നെ തക്കാളിയാണല്ലോ മെയിനായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഉള്ളി കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് മുമ്പ് എടുത്തതിൻ്റെ ബാക്കി 2 പീസ് ഉള്ളി ഇരിക്കുന്നത് കണ്ടത്. ഉള്ളിയല്ല, സവാള. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് 3 തക്കാളിയും 2 പച്ചമുളകും. ഞാനിത് 3 മാത്രമേ തക്കാളിക്കറിയിൽ ഇടാറുള്ളൂ. അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അങ്ങനെ ചേർക്കാറുള്ളൂ. തട്ടിക്കൂട്ട് തക്കാളിക്കറിയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ സവാളയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള 2 ചെറിയ പീസ് മാത്രമേ ഉള്ളൂ, അത് മതിയാവും. കാരണം ഇതിൽ തക്കാളിക്കാണല്ലോ കുറച്ച് പ്രാധാന്യം വരണ്ടേ. ഉള്ളി ഒരുപാട് ചേർത്താൽ പിന്നെ ഉള്ളിക്കറിയായി പോകുമല്ലോ. നമ്മളിവിടെ തക്കാളിക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ പച്ചമുളകൊക്കെ അരിഞ്ഞ്, പച്ചമുളക് കൂടിപ്പോയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വലിയ എരിവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് അരിഞ്ഞ് കഴിഞ്ഞ് ഉണ്ടാക്കി വന്നപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കൂടിയെന്നുള്ളൊരു ഡൗട്ട് വന്നു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ അപ്പമൊക്കെ ഉണ്ടാക്കി മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടിട്ട് ഇനി ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലിപ്പം എണ്ണയും കുറച്ച് കൂടിപ്പോയോ, അതോ പച്ചമുളകാണോ കൂടിയത്, അതോ സവാള കുറഞ്ഞു പോയതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു അപാകത തോന്നി. കുഴപ്പമില്ല, നമുക്ക് തക്കാളി ഇടുമ്പോൾ ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റായി വരും. അപ്പോൾ ഈ പച്ചമുളക് വലിയ എരിവൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ പച്ചമുളകിന് സാധാരണ എരിവ് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഇതിന് വലിയ എരിവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ അപ്പവും ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ തക്കാളിക്കറി ഉണ്ടാക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഏകദേശം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് കുഴമ്പ് പരുവത്തിലായി വരണം. ഞാൻ അങ്ങനെ ആട്ടോ ആക്കുക. ഇത് നല്ലതുപോലെ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി നല്ലപോലെ ഇങ്ങനെ കൊത്തി ഉടച്ചൊരു കുഴമ്പ് പരുവത്തിലാക്കി വരുമ്പോഴേ തക്കാളിക്കറിയുടെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. തക്കാളിക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി ഞാൻ വർണ്ണിക്കണമല്ലോ, ആ ഒരു രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് നല്ലപോലെ ഒരു കുഴമ്പ് പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് തിളച്ച് വന്ന സമയത്തെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതേ നല്ലതുപോലെ ഒന്ന് തിളച്ച് സെറ്റായി വരണം. അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് കറി കുറുകി വരും. അങ്ങനെ നല്ല കറിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാനായിട്ട് പോയപ്പോഴാണ് ഒരു അരണയെ കണ്ടത്. എനിക്ക് ഈ അരണ പല്ലി എന്നുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അതിനൊന്ന് പുറത്താക്കാൻ പറഞ്ഞതാണ്. അതാണെങ്കിൽ ഒരു വിധത്തിൽ പോകുന്നില്ല, ചൂല് കൊണ്ട് തൂത്ത് കളയുമ്പോൾ പിന്നെയും ഉള്ളിലോട്ട് തന്നെ കയറി വരികയാണ്. അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞുമണികളെയൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ കെട്ടിയിട്ടുണ്ട് വരെ, രാവിലെ ഒന്ന് മൂത്രമടിക്കാൻ അപ്പിടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത്. അരണയുടെ പുറകെ നിന്നപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അരണയെ പോലെ ഞാൻ മറന്നുപോയി ഗൈസ്, അടുപ്പത്ത് അപ്പം വെച്ചിട്ടുള്ള കാര്യം. ഒരെണ്ണം കരിഞ്ഞു പോയി. അങ്ങനെ ഏകദേശം അപ്പമൊക്കെ ഒന്ന് ചുട്ട് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചായയും കാച്ചി ഒരു ഗ്ലാസ് ചായ അച്ഛനും ഒഴിച്ചു കൊടുത്തു. ഞാൻ എങ്ങനെ രാവിലെ ചായ ഒന്നും കുടിക്കാറില്ല, പണ്ട് കുടിക്കാറുണ്ട്. ഇപ്പോൾ ആ ശീലമൊക്കെ ഒന്ന് മാറ്റി വരികയാണ്. വല്ലപ്പോഴൊക്കെ കുടിക്കാറുണ്ട്, എന്നാലും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇപ്പം എനിക്ക്. അത് കഴിഞ്ഞിട്ട് അടിച്ച് വാരി ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി ഗൈസ്. അയ്യോ മറന്നുപോയി, മെയിനായിട്ടുള്ളൊരു പണിയുണ്ട്, ഫുഡ് കഴിക്കണം. കാരണം നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ കോലം കണ്ടാൽ അറിയാം ഞാൻ അടുക്കളയിൽ നടത്തിയ യുദ്ധത്തിൻ്റെ ഒരു അടയാളം. അങ്ങനെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇത് ആ സമയത്ത് ചെറുതായിരുന്നു, താഴോട്ട് ഇറങ്ങിയത് നമ്മൾ ഒന്ന് ചുറ്റി കൊടുത്തതായിരുന്നു. ഇപ്പോൾ കുറേ വലുതായി കേട്ടോ, ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട്. പിന്നെ പുറത്ത് വേറൊരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെ വിഷ്ണുവേട്ടൻ്റെ ഓരോ കലാവിരുദ്ധകളാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. കളിക്കറിയും പിന്നെ ഈ കറി ഇന്നലെ ഞാൻ വെച്ച തേങ്ങ അരച്ച മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അത് മുട്ടയില്ല. പിന്നെ ഞാൻ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ ചായ വലിയ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം വേഗം പോയി കുളിച്ച് സെറ്റായിട്ട് എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഇത്, ഈ ഡ്രസ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും വലിയൊരു ടാസ്ക് വേറെ ഇല്ല. അപ്പോൾ ഞാൻ അലമാര തുറന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രം ഞാനൊരു പോർഷനിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെടുത്തിടുമെന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതിടുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കുറേ ഡ്രസ്സ് ഉള്ളൊന്ന് വാരി വലിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ മടക്കി വെക്കണം തിരിച്ച്. ഇരുന്നും കിടന്നും നിന്നും ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഫൈനൽ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ട്, അത് ഞാൻ കൺഫേം ചെയ്തു. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യണം. മേക്കപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല.
ജസ്റ്റ് മുടിയൊക്കെ ചെയ്യുക കിട്ടുക അത്രയൊക്കെ. തല കുളിച്ചിട്ടില്ല, എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ തല കുളിച്ച് എൻ്റെ മുടിയൊക്കെ ആകെ ഒട്ടി കിടക്കും, അതുകൊണ്ട് തലയൊന്നും കുളിച്ചില്ല. അപ്പം ഞാൻ ഇവിടെ എൻ്റെ ഒരുക്കം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ തവണയും ഒരുങ്ങുന്ന പോലെ ലോഷൻ, മോയ്സ്ചറൈസിങ് ലോഷൻ ഇടുക, പൗഡർ ഇടുക, കണ്ണെഴുതുക, പൊട്ടിട്ടുക. ഞാനങ്ങനെ കണ്ണങ്ങനെ എഴുതാറില്ല കേട്ടോ. വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ എഴുതാറുള്ളൂ. അതും മുകളിലും താഴെയിലും ഒരുമിച്ച് ഞാൻ എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കല്യാണത്തിനാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത്, അല്ലാതെ എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതെങ്കിലും ഒരു പോർഷൻ, അതായത് ഒന്നെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ. അപ്പം ഞാൻ ഇന്ന് മുകളിൽ എഴുതാമെന്നാണ് വിചാരിക്കണേ. കാരണം ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനല്ലേ, അപ്പോൾ കുറച്ച് ആഡംബരമായിക്കോട്ടെ. എത്രയൊക്കെ ഒരുങ്ങിയാലും വലിയ മെനയൊന്നുമില്ല, എന്നാലും എനിക്ക് ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ വീട്ടിൽ നിന്നാലും ഞാൻ ലിപ്സ്റ്റിക്കും ഐബ്രോ ഒക്കെ എഴുതിയിട്ട് നിൽക്കാറുള്ളൂ. എനിക്ക് ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടൊരു കാര്യമാണ് എൻ്റെ ഐബ്രോ. എനിക്ക് ഐബ്രോ തീരെ കട്ടിയില്ല. അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ചൊക്കെ തോന്നിക്കും, പക്ഷേ എനിക്കിങ്ങനെ നല്ല എടുത്ത് നിൽക്കണം. ഫേസിൽ നമ്മൾ ഐബ്രോ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു ഡെഫിനിഷൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ടൈം എടുക്കുന്നത് ഐബ്രോ വരയ്ക്കാനായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ വലിയ ടൈം എടുക്കില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ച് വന്നതുകൊണ്ട് എനിക്കിപ്പോൾ വലിയൊരു ലാഗൊന്നും തോന്നത്തില്ല ഐബ്രോ വരയ്ക്കുമ്പോൾ കേട്ടോ. ഞാൻ വേഗം വരച്ച് സെറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ദിഗംബറിൻ്റെ പോലെ ആയി പോവാറുണ്ട്. ഇത്രയൊക്കെ നമുക്ക് അറിയാമെന്ന് പറഞ്ഞാലും ചില സമയത്ത് കയ്യിൽ നിന്ന് പാളിപ്പോവും. പക്ഷേ ചില സമയത്ത് ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് ഐബ്രോ വരയ്ക്കാറുമുണ്ട്. ഞാൻ ആദ്യം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐലൈനർ വെച്ചിട്ടായിരുന്നു ഐബ്രോ എഴുതിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഐബ്രോ പാലറ്റോ ഐബ്രോ പെൻസിലോ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് ഐലൈനർ വെച്ച് എഴുതിയാണ് ഞാൻ പഠിച്ചതും. അപ്പോൾ ഐലൈനർ വെച്ചിട്ട് എഴുതി ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യമൊന്നും എനിക്കത് വെച്ച് എഴുതാൻ വലിയൊരു പിടുത്തമില്ല, പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ. അതിൽ ആ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള കളർ മാത്രം യൂസ് ചെയ്ത് അത് തീർന്നു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പിരുകൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിരുക എഴുതി കഴിയുമ്പോൾ തന്നെ ഫേസിനൊരു എന്തോ ഒരു വെട്ടം വന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഫേസ് പിരുകവും ലിപ്സ്റ്റിക്കും ഇടുമ്പം തന്നെ വേറെ ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല, അടിപൊളിയായിട്ട് വരും. പിന്നെ ഞാൻ പൊട്ട് തൊടാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചൊന്നാ വേണ്ട, കുറച്ചൊന്ന് വലിയ പൊട്ട് തൊടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊട്ട് തൊട്ടില്ല ഐലൈനർ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഫംഗ്ഷന് പോവാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഐലാഷൊക്കെ ഒന്ന് കേൾ ചെയ്തിട്ട് മസ്കാരയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ദൈവമേ, മേക്കപ്പ് കൂടി പോവാന്തോ, കാരണം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫംഗ്ഷനാണ്. അങ്ങനെ വലിയൊരു ഫംഗ്ഷനൊന്നുമില്ല, ചെറിയൊരു എൻഗേജ്മെൻറ്റ് പാർട്ടിയാണ്. കുഴപ്പമില്ല, എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. ഐലൈനർ എഴുതണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷന് ശേഷം അവസാനം ഞാൻ ഉറപ്പിച്ചു ഐലൈനർ എഴുതാമെന്ന്. എല്ലാ തവണയും ഒരേപോലെ പോകുന്നതിൽ ഒരു കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. അങ്ങനെ ഞാൻ മുകളിൽ മാത്രം എഴുതി കൊടുക്കുകയാണ് ഐലൈനർ. അറിയാതെ വാലൊക്കെ ഇട്ടുപോയി. ഞാൻ ഇടണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ അറിയാതെ ഇട്ടുപോയതാണ് കേട്ടോ. കുഴപ്പമില്ല, കുറേ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം എന്താവുമെന്ന് ഫൈനലി. അവിടെ ഏകദേശം എൻഗേജ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടാവും. ഞാനിവിടെ ഒരുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ താഴത്തുനിന്ന് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എന്തായി എന്ന്. ഞാൻ പറയും മുടി കെട്ടി തീരാറായി എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായിട്ട് ഇതുവരെ മുടി ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുഖത്തെ മേക്കപ്പ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ സമയമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എത്ര മണിയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കാട്ടിലും വലിയ പൊട്ട് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, പക്ഷേ ഇത് ഓക്കെയാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിന് നല്ല കുഞ്ഞു പൊട്ട് വെക്കാറുണ്ട്, ഇത് കുറച്ച് വലുതാണ്. ഞാൻ അടുത്തത് പിന്നെ മുടി കെട്ടാൻ എനിക്കങ്ങനെ വലിയ ടൈമൊന്നും എടുക്കാറില്ല, കാരണം ഞാനിങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക, അതിലെനിക്ക് വലിയൊരു ടൈം എടുക്കാറില്ല ഗൈസ്. അപ്പോൾ മുടി നല്ല ഫ്രിസി ആയിട്ടിരിക്കുകയാണ്, അതിന് എന്തെങ്കിലും ചെയ്തൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഏകദേശം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല താമസിച്ചു ഗൈസ്, അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. താമസിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, അവിടെ എൻഗേജ്മെൻറ്റ് തുടങ്ങിയതേ ഉള്ളൂ.
അങ്ങനെ ദേ ഇതാണ് പെണ്ണും ചെറുക്കനും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സ്പോട്ടാണ് ഫുഡടി. നല്ല അടിപൊളി നെയ്ച്ചോറും പൊരിച്ച ചിക്കനും മസാലയൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു മലബാർ ഭാഗത്തുള്ള ബിരിയാണിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് കിട്ടിയ ഐസ്ക്രീമുമായിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ കേക്ക് വേണ്ട നീ കഴിച്ചോ? മാർക്കോ സ്റ്റൈലിൽ മുടിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. കുറേ ഫുഡൊക്കെ കഴിച്ച് കേക്ക് ഐസ്ക്രീം എന്തൊക്കെയോ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം വയറൊക്കെ പൊട്ടാറായിട്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഒന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പകർത്താൻ ശ്രമിച്ചത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. കാരണം എനിക്കൊന്ന് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇനിയും കുറേ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.